ിലേക്ക് നമ്മെ ചേർക്കുവാനായിട്ട് വരികയാണ്. I got so many things to do at home when I return. ഞാൻ മടങ്ങി ചെല്ലുമ്പോൾ ചെയ്യേണ്ടുന്ന അനേക കാര്യങ്ങൾ എന്റെ ഭവനത്തിലുണ്ട്. I got to mow the grass and work in the garden. പുല്ല് വെട്ടുന്നതായിട്ടുണ്ട്, ഗാർഡൻ ശരിയാക്കേണ്ടതായിട്ടുണ്ട്. I got to clean up the house and help Nancy wherever I can. വീട് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്, ഭാര്യയെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. I think I'll never get caught up. ഞാൻ ഒരിക്കലും കർത്താവ് വരുമ്പോൾ ചേർക്കപ്പെടുകയില്ല. But that's not true. അങ്ങനെയല്ല വാസ്തവം. One day we'll all be caught up. ഒരു ദിവസം നാം എല്ലാവരും ചേർക്കപ്പെടും. We'll be caught up and caught away. കർത്താവിനോട് കൂടെ നാം മേഘങ്ങൾ എടുക്കപ്പെടും. And we won't look back again. നാം തിരികെ നോക്കുകയില്ല. When the Bible says we'll be caught up, it uses a wonderful word. കർത്താവ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു അത്ഭുതകരമായ വാക്ക് ഉപയോഗിക്കുന്നു. It's the word rapture. അവന് ഉൽപ്രാപണം എന്നുള്ള ശബ്ദം. No, rapture is not in our English Bible. That's okay. ഈ ഇംഗ്ലീഷ് ബൈബിളിൽ ആ വാക്കില്ല. Rapture is a Latin word in this basis. എന്നാൽ അത് മറ്റു ഭാഷയിലുള്ള ഒരു വാക്കാണ്. There's another word in the Greek. It's harpazo. ഗ്രീക്കിൽ മറ്റൊരു വാക്കുണ്ട് അതിനെ ഉദ്ദേശിച്ച്. And it simply means like a thief taking his jewels and carrying them away. അതിന്റെ അർത്ഥമാക്കുന്നത് ഒരു കള്ളൻ രാത്രിയിൽ ആ രത്നങ്ങൾ മോഷ്ടിക്കുന്ന അനുഭവം. It means to snatch by force and pull away. അവൻ ശക്തിയോടുകൂടെ അത് എടുത്തുകൊണ്ട് പോകുന്ന ആ അവസ്ഥ. And some believers will have to be pulled away by force. ചില വിശ്വാസികളെ ഇവിടെ നിന്ന് അടർത്തിയെടുക്കേണ്ടതായിട്ട്. Don't let that happen to you. നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. You know, you can go in the Old Testament, you can look at the life of Lot. ലോത്തിന്റെ ജീവിതം നമുക്കറിയാം പഴയ നിയമത്തില്. And you learn a lot about Lot. ലോത്തിനെ കുറിച്ച് അനേക കാര്യങ്ങൾ നാം പഠിച്ചു. He was a lot of trouble. അവന് അനേക കാര്യങ്ങളിലെ കുഴപ്പമുള്ളവനായിരുന്നു. And when the angel came and said, I got to get you out before the fire falls. ദൈവദൂതൻ വന്നിട്ട് ദൈവത്തിന്റെ അഗ്നി വർഷിക്കുന്നതിന് മുമ്പേ നിന്നെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ the Bible says that Lot lingered. ലോത്ത് അവിടെ താമസിച്ചു നിന്നു എന്നാണ് നമുക്ക് കാണുന്നത്. And the angels grabbed him and dragged him out of the city. എന്നാൽ ആ ദൈവദൂതന്മാരെ അവനെ അവിടെ നിന്ന് പറിച്ചെടുത്ത് നഗരത്തിന് പുറത്തേക്ക് ആനയിച്ചു. And took Lot and Mrs. Lot. ലോട്ടിനെയും തന്റെ ഭാര്യയെയും and the two daughters. രണ്ട് പെൺകുഞ്ഞുങ്ങളെയും. And he took Lot's wife, he took her out of Sodom, but he couldn't take Sodom out of his wife. സോദോമിൽ നിന്ന് ആ ഭാര്യയെ എടുക്കുവാൻ ദൈവദൂതന്മാർക്ക് കഴിഞ്ഞു, എന്നാൽ ഭാര്യയിൽ നിന്ന് സോദോമിനെ എടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. Could there be believers right here that don't really want to go when he comes? ഇന്നിവിടെ ഏതെങ്കിലും വിശ്വാസികൾ കർത്താവ് വരുമ്പോൾ പോകുവാൻ ആഗ്രഹമില്ലാത്തവരായിട്ടുണ്ടോ? That we become comfortable with all this stuff. നമുക്ക് ഇവിടെയുള്ള എല്ലാ സ്റ്റഫുകളിൽ നാം വളരെ ആശ്വാസമുള്ളവരാണോ? Listen, eye has not seen, neither has ear heard, nor has entered into the heart of man the things that God has prepared for them that love him. ഒരു മനുഷ്യൻ കണ്ടിട്ടുമില്ല, ഒരുവന്റെയും നാവിലെ ഉദിച്ചിട്ടുമില്ല, ആർക്കും സങ്കല്പിക്കുവാൻ കഴിയാത്ത ആ മഹാപ്രത്യാശ. That for the believer the best is yet to come. ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മേന്മയേറിയത് വരുവാൻ പോകുന്നതാണ്. The anticipation is growing. നമ്മുടെ പ്രതീക്ഷ വർദ്ധിക്കുകയാണ്. This is the only trip that the excitement before you go will not match the excitement when you get there. ഈ ഒരു യാത്രയിൽ മാത്രം നമ്മുടെ പുറപ്പെടലിനേക്കാൾ നമ്മുടെ ആകാംക്ഷ, നമ്മുടെ പ്രത്യാശ വലുതായിരിക്കും പോയി കഴിയുമ്പോൾ. We ask a dear old saint. നമ്മുടെ പഴയ വിശുദ്ധന്മാരോട് ചോദിച്ചാൽ he lived to be 101. അവര് 101 വയസ്സ് വരെ ജീവിച്ചു. He was born in 1899. 1899 he was born, lived to be he died in 2001. 2001 he lived in 3 centuries. 3 നൂറ്റാണ്ടുകളിൽ ജീവിച്ചു. Lived in 2 millennia. 2 ആയിരങ്ങളിൽ അവൻ ജീവിച്ചു. He saved at the age of 16. അവന് 16-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. He walked with the Lord 87 years. 87 വർഷം കർത്താവിനോട് കൂടെ സഞ്ചരിച്ചു. We asked him, Brother Bramhall, ആ സഹോദരനോട് നാം ചോദിച്ചു, would you rather go by death or by the rapture? നിങ്ങൾ മരിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നോ അതോ ഉൽപ്രാപണം സംഭവിക്കുവാൻ ആഗ്രഹിക്കുന്നോ? He used to preach on the rapture and you could see his face light with a glow from God. ആ താൻ ഉൽപ്രാപണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്റെ മുഖം ശോഭിക്കുന്നത് കാണുവാൻ കഴിയും. My son and daughter said we looked over our shoulder to see if the Lord was coming. എൻ്റെ മകനും മകളും പറഞ്ഞു, ഞങ്ങൾ തിരിഞ്ഞു നോക്കി കർത്താവ് ഇപ്പോൾ വരികയാണോ എന്ന്. And we said, brother, do you want to go by death or by the rapture? സഹോദര, നിങ്ങൾ മരണം വഴിയായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നോ അതോ ഉൽപ്രാപണം വഴിയോ? We thought for sure he would say, I'll go by the rapture. എന്നാൽ അവന് പറയുമായിരുന്നു, ഉൽപ്രാപണം വഴി കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We were surprised. He said, I want to go by death. എന്നാൽ അവൻ മരണം വഴിയായി കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. Why do you want to go by death? We asked. എന്തുകൊണ്ടാണ് മരണം വഴിയായി താൻ കടന്നു പോകാൻ ആഗ്രഹിച്ചത്? He said, if I go by rapture, I'll miss something in death. ഞാൻ ഉൽപ്രാപണം സംഭവിച്ചാൽ മരണത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെടും. I want to experience when I walk through the valley of the shadow of death, his presence will be with me.
ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, ഞാൻ മരണനിഴൽ താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു. And I will fear no evil. ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. And if I go in the rapture, I miss that. ഞാൻ ഉൽപ്രാപണം ചെയ്താൽ അത് എനിക്ക് നഷ്ടപ്പെടും. We were all quiet. ഞങ്ങളെല്ലാം ശാന്തരായി തീർന്നു. And as we sit in silence, he said, and if I go by death, I won't miss the rapture. ഞാൻ മരണം വഴിയായി കടന്നു പോയാൽ ഒരിക്കലും ഞാൻ ഉൽപ്രാപണം മിസ് ചെയ്യുകയില്ല. I won't miss the rapture. ഞാൻ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടും. In fact, he said, എന്നാൽ താൻ പറഞ്ഞത്, I'll go first. ഞാൻ ആദ്യം പോകും. Think of it. ചിന്തിക്കുക ഇതിനെക്കുറിച്ച്. The Bible says the dead will be raised first. കർത്താവിന്റെ വചനം പറയുന്നു, മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. Then we who live and remain are going to be caught up together with them in പിന്നെ the Lord. ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. And thus shall we always be with the Lord. നാം ഇങ്ങനെ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. I got to ask you one more time. ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, What's the level of the anticipation? ഇപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷയുടെ നിലവാരം എവിടെ? Is it rising yet? ഇത് ഉയർന്നുകൊണ്ടിരിക്കുകയാണോ? We're going to leave this world behind and go. ഈ ലോകത്തെ നമ്മൾ വിട്ട് മുന്നോട്ട് പോകുവാൻ പോവുകയാണ്. Nothing will hold us back. നമ്മെ ഒന്നും പിടിച്ചു നിർത്തുകയില്ല. Not death, not things, nothing will hold us മരണമോ back. വസ്തുക്കളോ ഒന്നും തന്നെ നമ്മെ തടയുവാൻ സാധ്യമല്ല. We have his promise. അവന്റെ വാഗ്ദത്തം നമുക്കുണ്ട്. We know his power. അവന്റെ ശക്തി നമുക്കറിയാം. We've seen the process of his coming. അവന്റെ വരവിന്റെ പ്രക്രിയ നാം കണ്ടു കഴിഞ്ഞു. But I have one more verse to look at. ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Turn to the book of Titus, please. തീത്തോസിന്റെ ലേഖനം Titus chapter 2. രണ്ടാം അധ്യായം. And in Titus 2, please notice in verse 13. 13 വാക്യം. And it's the prospect of his coming. അവന്റെ വരവിന്റെ ആ ലക്ഷ്യം. We have a wonderful prospect. ആ ഭാഗ്യകരമായ പ്രത്യാശ. That the Lord Jesus is coming, and I'll read in Titus chapter 2 verse 13. തീത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായം 13 വാക്യം. Please follow in your translation. It says, looking for the blessed hope and glorious appearing of our great God and Savior Jesus Christ. മലയാളത്തിൽ 12 വാക്യം, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. The first phrase says looking for. നാം അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. It's all about watching. കാത്തുകൊണ്ട് നോക്കി പാർക്കുന്ന അനുഭവം. We are watching and looking for the Lord to come. കർത്താവിന്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. The Lord Jesus said, take heed, watch and pray. നാം പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. For you do not know when the time is. എപ്പോഴാണ് കർത്താവിന്റെ വരവിന്റെ സമയമെന്ന് നാം അറിയാത്തതുകൊണ്ട്. And Jesus said to his disciples, what I say to you, I say to all. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എല്ലാവരോടും പറയുന്നുവെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. And it's one word. ഒരു വാക്ക്, watch. കാത്തിരിക്കുക. Adrian Rogers, a great gospel preacher, said, I believe the Lord's coming is so close. ഏഡ്രിയൻ റോജേഴ്സ് എന്ന് പറയുന്ന ഒരു വിശ്വസ്തൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു. That I quit buying green bananas. ഞാൻ പച്ച പഴം വാങ്ങിക്കുന്നത് നിർത്തി. Don't plan for the future here. ഈ ഭാവിയെക്കുറിച്ച് നമ്മൾ പ്ലാനുകളൊന്നും ഉണ്ടാക്കരുത്. You make your plans for the future there. നമ്മുടെ ഭാവിയെക്കുറിച്ച്, അവിടുത്തെ ഭാവിയെക്കുറിച്ച് പ്ലാൻ You'll ചെയ്യുക. never be disappointed. നാം ഒരിക്കലും നിരാശിതരായി തീരില്ല. We need to live our lives in light of his coming. അവന്റെ കർത്താവിന്റെ വരവിന്റെ പ്രകാശത്തിൽ നമുക്ക് ജീവിക്കാം. With a watchfulness in our hearts. കാത്തിരിപ്പിന്റെ അനുഭവമായിട്ട്. Here's what Paul says in Philippians. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു. Make a note, Philippians 3:20 and 21. ഫിലിപ്പിയ ലേഖനം Philippians 3:20 and 21. 3-ാം അധ്യായം 20 21 വാക്യങ്ങൾ. And follow it if you want to as I read it. വായിക്കുമ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക. Here's what Paul says, for our citizenship is in heaven, from which we also eagerly wait for the Savior, the Lord Jesus Christ, who will transform this lowly body, that it may be conformed to his glorious body, according to the working by which he is even able to subdue all things to himself. We eagerly wait. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും.
And the writer of Hebrews says the same thing. എബ്രായ ലേഖനകാരനും ഇത് തന്നെ നമ്മെ ഓർപ്പിക്കുകയാണ്. He says in Hebrews 9:28, 9-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ, to those who eagerly wait for him, അവന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്കായി he will appear a second time. അവൻ വീണ്ടും വരുവാൻ പോകുന്നു. We're watching for him. നാം അവന്റെ വരവിനായിട്ട് And കാത്തിരിക്കുകയാണ്. we're waiting for him. അവന്റെ വരവിനെ നോക്കി പാർക്കുന്നു. And so back to Titus chapter 2 verse 13. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 13-ാം He വാക്യത്തിലേക്ക്, says looking for, that's watching. അതിനുവേണ്ടിയാണ് നാം നോക്കി പാർക്കുന്നത്. The blessed hope, that's waiting. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ. And what is the blessed hope? അതെന്താണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ? Well, hope is not hope so. നമ്മുടെ പ്രത്യാശ നാം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ സംഭവിക്കുമെന്നുള്ളതല്ല, Or maybe so, അങ്ങനെ ഒരു പക്ഷേ സംഭവിച്ചേക്കാം എന്നുള്ളതുമല്ല, or I think so, സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുമല്ല, or I guess so, ഞാൻ അങ്ങനെ ഊഹിക്കുന്നുവെന്നുമല്ല. but hope is a hope for. നമ്മുടെ പ്രത്യാശ ഒരു കാര്യത്തിന് വേണ്ടി നാം ഉറപ്പോടെ ആഗ്രഹിക്കുകയാണ്. Literally, it means a definite expectation of glory. ഉറപ്പായ ആ മഹത്വത്തിന്റെ പ്രത്യാശ. And we are watching and looking for this. അതിനുവേണ്ടി നാം മുൻപോട്ട് നോക്കി And we കാത്തിരിക്കുകയാണ്. call it our hope, the blessed hope. അതാണ് നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ. It's a hope that is definite. ആ ഉറപ്പുള്ള വിശ്വാസമാണ്. We're eagerly looking for him. നാം അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. And that hope is a blessed hope. It's a happy hope. ഭാഗ്യകരമായ ആ പ്രത്യാശ. And oh, how very happy is our hope. നമ്മുടെ ആ ആഗ്രഹം, ആ പ്രത്യാശ എത്രമാത്രം സന്തോഷം നിറഞ്ഞതാണ്. So we're watching and we're waiting. നാം കർത്താവിന് വേണ്ടി നോക്കി പാർക്കുക, കാത്തിരിക്കുക. One man said, I'm going to join Weight Watchers. ഞാൻ ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, വെയിറ്റ് വാച്ചേഴ്സിൽ ഞാൻ ചേരുവാൻ പോകുന്നു. I said, you look pretty thin. I don't think you need Weight Watchers. നിങ്ങൾ വളരെ ശോഷിച്ച ശരീരമുള്ള വ്യക്തിയാണ്, പിന്നെ എന്തുകൊണ്ടാണ് വെയിറ്റ് വാച്ചേഴ്സിൽ He said, പോകുന്നത്? not that kind. ആ വെയിറ്റ് വാച്ചർ അല്ല, I'm waiting and I'm watching for the Lord to come. ഞാൻ കാത്തിരിക്കുന്ന ആ കൂട്ടത്തിൽ പെടുവാൻ ആഗ്രഹിക്കുന്നു. We should be waiting and watching for Jesus to നാം come. കർത്താവിന്റെ വരവിനായിട്ട് പ്രതീക്ഷയോടെ നോക്കി പാർക്കുക. The prospect of his coming. അതാണ് കർത്താവിന്റെ വരവിലെ നമ്മുടെ അനുഭവം. Let me ask you to do this tonight when you get back home. ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. When you close your blinds, say maybe tonight. ഇന്ന് രാത്രികാലം നമ്മുടെ ജനാലയുടെ വാതായനങ്ങൾ അടയ്ക്കുമ്പോൾ, When you open your blinds in the morning, say maybe today. രാവിലെ ആ കർട്ടനുകൾ നാം മാറ്റുമ്പോൾ And ഇന്നായിരിക്കാം. it may be at morning, it may be at noon. ഒരുപക്ഷെ രാവിലെ ആയിരിക്കാം, അല്ലെങ്കിൽ It ഉച്ചയ്ക്കായിരിക്കാം. may be at night, but it may be soon. ഒരുപക്ഷെ വൈകുന്നേരമായിരിക്കാം, പക്ഷെ പെട്ടെന്നായിരിക്കാം. And the Bible says, he who is coming will indeed come. എന്നാൽ വരുവാൻ പോകുന്നവൻ വരുമെന്ന് വേദപുസ്തകം പറയുന്നു. And will not tarry. അവൻ താമസിക്കുകയുമില്ല. And so if we have our watching നാം അതിനുവേണ്ടി നോക്കി പാർക്കുന്നുവെങ്കിൽ, and our waiting, നാം അതിനുവേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ, we now see the wonder of it all. ആ മഹത്വം നമുക്ക് കാണുവാൻ And in കഴിയും. verse 13 again of Titus 2, 13-ാം വാക്യത്തിൽ നമുക്ക് വീണ്ടും, he says this, we're looking for the blessed hope, and here's the wonder, the glorious appearing of our great God and Savior, Jesus Christ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട്. I'm not waiting for the rapture. ഞാൻ ഉൽപ്രാപണത്തിന് വേണ്ടിയല്ല കാത്തിരിക്കുന്നത്. I'm looking for the Lord. ഞാൻ കർത്താവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. I'm not looking for a sign. ഞാനൊരു അടയാളത്തിന് വേണ്ടിയല്ല കാത്തിരിക്കുന്നത്. I'm watching for the Savior. ഞാൻ ആ കർത്താവിന് രക്ഷിതാവിനെയാണ് കാത്തിരിക്കുന്നത്. I don't want to talk about the prophecies. ഞാൻ ആ പ്രവചനങ്ങളെ കുറിച്ച് സംസാരിക്കുവാനല്ല, I want to see his face. എന്നാൽ അവന്റെ മുഖം കാണുവാൻ ഞാൻ And ആഗ്രഹിക്കുന്നു. the Bible says, when he who is coming appears and we see him as he is, we'll be like him, for we shall see him as he is. വരുവാനുള്ള വരുമ്പോൾ നാം അവനെ കാണുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. And 1 John 3 says, everyone who has this hope in him purifies himself even as he is pure. 1 യോഹന്നാൻ 3-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ പ്രത്യാശയുള്ളവൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. Because the prospect of his coming has an effect on us right now. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ നമ്മിൽ ചില അനുഭവങ്ങൾ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. That we live our lives in light of his coming. കർത്താവിന്റെ വരവിന്റെ പ്രകാശത്തിൽ, അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് വസിക്കണം. And the anticipation, ആ പ്രതീക്ഷ, eagerly waiting, അതിന്റെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. it's starting to rise. അത് ഉയരുവാൻ ആരംഭിക്കട്ടെ. How's the level of your anticipation? ഇപ്പോഴെങ്ങനെയാണ് നിങ്ങളുടെ പ്രത്യാശയുടെ നിലവാരം? Is it rising? ഇത് ഉണരുന്നുണ്ടോ? One day he's going to take us out of this world. കർത്താവ് ഒരു നാൾ നമ്മെ ലോകത്തിൽ നിന്ന് വേർപെടുത്തും. Forget the doorway. ആ വാതില് മറക്കുക. We're going up. നാം മേലോട്ടാണ് പോകുന്നത്. Nothing will stop us. നമ്മെ ഒരു ശക്തിക്കും തടയുവാൻ സാധ്യമല്ല. You really believe this?
നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? Do you really believe this? നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വിശ്വസിക്കുന്നുണ്ടോ? Do you really believe this? നിങ്ങൾ വിശ്വസിക്കുന്നു. Turn in your last chapter of your Bible to close. വേദപുസ്തകത്തിന്റെ അവസാന അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. If God were going to tell us anything that was extra special important, ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം ദൈവം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ He would never close the book of books